ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. ഓക്കെ, ബിസിനസ് എത്തിക്സിൻ്റെ നമ്മൾ കുറേ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ബേസിക്സും ഡിറ്റർമിനൻസും ഒക്കെ നോക്കി. അതേപോലെ തന്നെ നമ്മളൊരു ഓർഗനൈസേഷൻ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസും അവരെന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതായത് ഓരോ പ്രിൻസിപ്പിൾസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതോറിറ്റീസാണ്. അതായത് കാൻഡ്, ജെയ്സ് മിൽ, ഹെർബർട്ട് സ്പെൻസർ, പ്ലാറ്റോ, തോമസ് ക്യാരറ്റ് പോലുള്ള കുറേ സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ കുറേ തിയറിസ്റ്റുകളുമാണ് ഈ ഒരു എത്തിക്സിന്, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എത്തിക്സിന് ഒരുപാട് പ്രിൻസിപ്പിൾസും അവർ ഫോളോ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസായിട്ട് നമുക്ക് നോക്കാം. സേക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്സ്. ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് സേക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്സ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്, ഇത് കുറച്ചൊരു ടെലിയോളജിക്കൽ ആ ഒരു മോഡലിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ഒരു തരത്തിലുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധവും അതുപോലെ തന്നെ ശുദ്ധിയുള്ളതുമായിരിക്കണം എന്നുള്ളൊരു മീനിങ്ങാണ് ആ ഒരു ടേമിൽ വരുന്നത്. അതായത് ഇപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഓരോ കാര്യങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കുകൾ, സ്ട്രാറ്റജീസ്, പോളിസീസ് എന്ന് പറയുന്നതൊക്കെ ഒരു നല്ല ബിഗിനിങ്ങും അതുപോലെ തന്നെ അത് നല്ല എൻഡിന് വേണ്ടിയിട്ടുള്ളതും ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സീക്രട്ട്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്സ് എന്നുള്ള ടേമിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, നോട്ട് ടു ഡു എനി ഈവിൾ. സെയിം മീനിങ് തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കാം. ഈവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചീത്ത പ്രവർത്തികൾ, അത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ടു ഡു എ മേജർ ഈവിൾ ടു അനദർ ഓർ ടു വൺ സെൽഫ്, whether this evil is a means or an end. According to Kant, good opinion and good wishes should be the focal point of all the business activities. നല്ല തീരുമാനങ്ങളും അതുപോലെ തന്നെ നല്ല ഡ്രീംസുകൾ, അല്ലെങ്കിൽ നല്ല എൻസിലോട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഫൈനൽ റിസൾട്ടാണ് ഏതൊരു ബിസിനസ്സും ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ഈവിൾ പ്രവർത്തികളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള സൊസൈറ്റിക്കാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, then third one, principle of proportionality. It is unethical to permit a major evil to another or to oneself without proportionate reason. The principle suggests that one should make proper judgment before doing anything so that the others do not suffer from any loss or risk of evils by the conduct of business. Principles of proportionality. കാരണം നമ്മളൊരു ബിസിനസ് നടത്തുകയാണെന്ന് നമുക്കറിയാം. ആ ഒരു ബിസിനസ് നടത്തുന്നതിലോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേരെ മേ ബി എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കാം. സോ നമ്മൾ ബിസിനസ്സിൽ എടുക്കുന്ന ഡിസിഷൻ ഗുഡ് ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല, മറ്റൊരാൾക്കും ഒരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അവരെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ഡിസിഷൻസ് എടുക്കേണ്ടത്. കാരണം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ബിസിനസ്സിനെ മാത്രമല്ല, ആ ബിസിനസ്സിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളെ അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ബെനിഫിറ്റ് സൊസൈറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മോശം ഡിസിഷൻസും അല്ലെങ്കിൽ അത് എന്തുണ്ടാവില്ല, സൊസൈറ്റിക്ക് അതുകൊണ്ട് ഒരു സഫറിങ്സും നേരിടേണ്ടി വരില്ല. സോ അത്തരത്തിലുള്ള ഡിസിഷൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. ദെൻ നോൺ കോഓപ്പറേഷൻ ഇൻ ഈവൽസ്. അൺഎത്തിക്കൽ മീൻസ് may be adopted to achieve an end in a number of business situations. Actually, it is an unethical act. Therefore, one should not cooperate with anyone for doing evil acts. അതായത് ബിസിനസ്സിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം, മേ ബി നമ്മൾ ചില സിറ്റുവേഷനിൽ അൺഎത്തിക്കലായിട്ട് പോകാൻ വരെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന അത്രയും റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഒരു ബിസിനസ്സിനെ നേരിടേണ്ടി വരും. പക്ഷേ അങ്ങനെ എന്തുണ്ടെങ്കിലും അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഒരിക്കലും നടത്തരുത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്ന അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രാക്ടീസ് മതി, അല്ലെങ്കിൽ നമ്മളെന്താണ് ദോഷമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയോടോ അത്തരത്തിലൊരു ഓർഗനൈസേഷനോടോ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു തരത്തിൽ ഒരു കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ചുറ്റി നിൽക്കുന്നവരെയും എഫക്റ്റ് ചെയ്യും. സോ ഒരു എത്തിക്കൽ ബിസിനസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോഓപ്പറേഷൻ വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്. Cooperation with others, it is another important principle of business ethics. This principle clearly points out that a business should help others only in that condition when other deserves for help. അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റോട് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞു ഈവിളായിട്ട് കോപ്പറേഷൻ അല്ലെങ്കിൽ ഈവിൾ ആക്റ്റുകളായിട്ട് കോപ്പറേഷൻ ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, നല്ല ആവശ്യങ്ങളുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുഡ് ആയിട്ടുള്ള ആക്റ്റുകളിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോപ്പറേഷൻ ഉണ്ടാക്കുകയും വേണം. കാരണം
ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ ബിസിനസ്സിൽ നിന്ന് പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി നല്ല കോൺട്രിബ്യൂഷൻസ് തരുന്നവരുണ്ടായിരിക്കും. അവരായിട്ടൊക്കെ നല്ലൊരു റിലേഷൻ എപ്പോഴും ബിസിനസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള വ്യക്തികൾക്ക് നല്ല തരത്തിലുള്ള ഹെൽപ്പുകളും ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പബ്ലിസിറ്റിയാണ്. അക്കോർഡിംഗ് ടു W. Wilson, anything that is being done or to be done should be brought to the knowledge of everyone. If everyone knows, none gets opportunity to do an ethical act. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പബ്ലിസിറ്റിയാണ്. ബിസിനസ് എത്തിക്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യുക, ട്രാൻസ്പാരൻ്റ് ആക്കുക, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വ്യക്തികളുടെയും അറിവിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പം ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സുകളാണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ഷൻസ് ആണെങ്കിലും എന്ത് ആയിക്കോട്ടെ, ഒരു ബിസിനസ്സിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, അതായത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളോട് ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഒരുവിധം ബിസിനസ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിലേക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പബ്ലിക്കിനും ആ ഒരു റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മളെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് വരും, അത് എല്ലാവർക്കും അറിയുള്ളൊരു കാര്യം നമുക്ക് പിന്നെ അതിനൊരു അൺഎത്തിക്കലായിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പാടാത്തൊരു വഴിയിലൂടെ ചെയ്യാനോ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ബിസിനസ്സിൽ എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം നമ്മൾ പബ്ലിക്കാക്കുക, എല്ലാ റിസൾട്ട്സുകളും നമ്മൾ പബ്ലിക്കാക്കുമ്പോൾ അവിടെ പിന്നെ എന്ത് വരില്ല, ഒരു തരത്തിലും വേറൊരു വ്യക്തിക്ക് ഇൻ്റർഫിയർ ചെയ്തിട്ട് അതിലൊരു എറർ വരുത്താനോ അല്ലെങ്കിൽ അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യം ചെയ്യാനോ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാം ബിസിനസ് എന്താണെന്നുള്ളത്. സോ അങ്ങനെ ഒരു പോയിൻ്റാണത്. ദെൻ ഈക്വാലൻ്റ് പ്രൈസ്. W. Wilson gives this principle. According to him, the people are entitled to get goods equivalent to the value of money that he will pay. ഈക്വലൻ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്റ്റ് ആ ഒരു കോസ്റ്റ് വർത്തി ആയിട്ട് തന്നെ ആയിരിക്കണം ആ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗുഡ് ഒരു സർവീസ് എന്തോ ആയിക്കോട്ടെ, അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ചെയ്യുന്ന ഫംഗ്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ വിൽക്കുന്ന പ്രൊഡക്റ്റ് തന്നെ നമ്മൾ കോസ്റ്റ് വർത്തി ആയിരിക്കണം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം കോസ്റ്റ് വർത്തി ആയിരിക്കണം. ബിക്കോസ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ അത് ഭയങ്കര കോസ്റ്റിലാണ് വിൽക്കുന്നത്, കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ അല്ല, പക്ഷേ കൺസ്യൂമേഴ്സിന് അതൊരു നീഡി പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരത് വാങ്ങും. പക്ഷേ ആ ബിസിനസ് ചെയ്യുന്നത് എന്താണ്, ഒരു അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്. സോ അത്തരത്തിലുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസുകളൊന്നും ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10 രൂപയാണ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എങ്കിൽ അതിലൊരു 2 രൂപയൊക്കെ നമ്മളൊരു പ്രോഫിറ്റ് എടുത്ത് ബാക്കി ഒരു 12 റുപ്പീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കണം. അല്ലാതെ ഒരു 20-30 റുപ്പീസിനൊന്നും ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യരുത്, കൺസ്യൂമേഴ്സിന് കൊടുക്കരുത്. അതൊരു അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ് എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അപ്പോൾ ഈക്വലൻ്റ് പ്രൈസ് ആയിരിക്കണം, അവർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റും അതുപോലെ തന്നെ അവരതിന് മുടക്കുന്ന പ്രൈസ് എന്ന് പറയുന്നതും ഈക്വലൻ്റ് ആയിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റിൽ മീൻ ചെയ്യുന്നത്. ദിസ് ഇസ് അനദർ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് ബിസിനസ് കോൺഷ്യസ്നെസ്. Business consciousness is a principle that as per this principle, the businessman should give importance to his or her inner voice, which is arising out of subconscious mind. ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഇമ്പോർട്ടൻസ്, അതായത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള രീതിയിലൊരു ഒരു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ് ഓഫ് മൈൻഡ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിൽ തന്നെ ഒരു ബിസിനസ് മാനും അവരുടേതായിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് സ്റ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ ബിസിനസ് മാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ എത്തിക്സിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. കാരണം ഒരു ബിസിനസ് മാൻ, ആ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പില്ലർ എന്ന് പറയുന്നത് ആ ബിസിനസ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. സോ അത്തരത്തിലുള്ള ആ വ്യക്തിക്ക് തോന്നുന്ന ആ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടായിരിക്കും. അത് എന്ത് ചെയ്യണം, അദ്ദേഹം കോൺഷ്യസ് മൈൻഡിലോട്ട് കൊണ്ടുവന്ന് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ബിസിനസ്സിന് നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഈവിളായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യരുത്, ഒരിക്കലും ആ ഒരു തിങ്കിങ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സർവീസ് മോട്ടോ.
ഈ ബിസിനസ് മാൻ മസ്റ്റ് ബി ഗൈഡഡ് ബൈ സർവീസ് മോട്ടോ. സർവീസ് മോട്ടോ നിങ്ങൾക്ക് അറിയാലോ, സർവീസ് ആയിരിക്കണം നമ്മളൊരു മോട്ടോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതായത് ഏതൊരു ബിസിനസ്സിനും ഇപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ടെങ്കിൽ പോലും കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസും സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഒരു സർവീസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അവരുടെ ബിസിനസ് അവർ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ സർവീസ് മോട്ടോ എന്നുള്ളൊരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂണിവേഴ്സൽ വാല്യൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ഷുഡ് ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ വാല്യൂസ്. ഒരുപാട് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു എത്തിക്സിന് തന്നെ എന്താണ് ഒരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ട്. കാരണം എന്ത് ചെയ്യണം, നമ്മൾ ഗുഡ് തിങ്സ് ചെയ്യുക, എന്താണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതൊക്കെ എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അത്തരത്തിലൊരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സൽ വാല്യൂസ് നമ്മളെപ്പോഴും ബിസിനസ്സിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഹ്യൂമൻ ഡിഗ്നിറ്റി. As per this principle, man should not treated as a factor of production. Human dignity should be maintained. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനായിട്ട് മാത്രമായിട്ട് കണക്കാക്കാതെ അവരുടെ വെൽഫെയറും അവരുടെ ബെനിഫിറ്റും അവരുടെ ഒരു മൊറയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ വെറും ഒരു ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് വെറും ഒരു എംപ്ലോയി മാത്രമല്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വസ്തു മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല, പകരം എന്തുണ്ട്, അവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഡ്രീംസും കരിയറും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ആൻഡ് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എയ്ഡുകളും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഓട്ടോണമി. ബിസിനസ് ഷുഡ് ഹാവ് ഓട്ടോണമി. ബിസിനസ്സിന് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ടായിരിക്കും. അതായത് എത്രയാണെങ്കിലും ബിസിനസ്സിന് സ്വന്തമായിട്ടൊരു സ്വയംഭരണം അല്ലെങ്കിൽ ബിസിനസ്സിന് അവരുടേതായിട്ടുള്ളൊരു സെൽഫായിട്ടൊരു ഡെവലപ്മെൻറ്റ് ഒരു സെൽഫായിട്ട് നിന്നിട്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ളൊരു പവർ ഉണ്ടായിരിക്കണം. അത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തി പോകുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, പക്ഷേ ആ ബിസിനസ്സിൻ്റെ മേജറായിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാണോ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ സ്വയം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ബിസിനസ് നടത്തുന്ന വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. ദെൻ പ്രോമിസ് കീപ്പിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ദിസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് ബിസിനസ്മാൻ ഷുഡ് നോട്ട് ഹേർട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് അതർ ബിസിനസ്മാൻ. അതായത് ഒരു ബിസിനസ്മാനും വേറൊരു ബിസിനസ്മാൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഹേർട്ട് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലൊക്കെ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് കൃത്യമായിട്ട് തന്നെ പാലിച്ചിട്ടുണ്ടായിരിക്കണം. അത് മറ്റുള്ള ബിസിനസ് പീപ്പിൾസിനോട് മാത്രമല്ല, ആരോടായിക്കോട്ടെ. ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ് പ്രോമിസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രോമിസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് നോൺ വയലൻസ്. If business hurts the interests and rights of the society and exploits the consumer by overlooking their interests, this is equivalent to വയലൻസ് ആൻഡ് അൺഎത്തിക്കൽ ആക്ട്. നോൺ വയലൻസ് ആണ്. അതായത് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു വയലൻസിലോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഇഷ്യൂസുകളും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഒരു ബിസിനസ്സിൽ ഉണ്ടാവരുത് എന്നാണ് ഈ ഒരു ടേം കൊണ്ട്, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദ ബിസിനസ് എത്തിക്സ്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ബിസിനസ് എത്തിക്കലി മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് കുറേ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. കുറച്ച് പോയിൻറ്റ്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സിൽ. ബിസിനസ് എത്തിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഓർഗനൈസേഷൻ എത്തിക്കലിയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, ഒരു ബെറ്റർ ഗുഡ് വിൽ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഇമേജ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഗുഡ് വിൽ അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ അവരുടെ വാല്യൂ എന്ന് പറയുന്നതൊക്കെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ഹെൽപ്സ് ടു ഇൻക്രീസ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾക്ക് തമ്മിലും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു പ്രോമിസ് കീപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രോമിസുകളൊക്കെ കൃത്യസമയത്ത് തന്നെ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഓർഗനൈസേഷനുകൾ തമ്മിലും അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും തന്നെ ഒരു നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ മുകളിൽ അതിനുള്ളിലുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ പുറമേയുള്ള വ്യക്തികൾക്കും ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ദെൻ ഹെൽപ്സ് ഇൻ പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് നമുക്കൊന്നൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും.
സാധിക്കും. കാരണം അവിടെയുള്ള വ്യക്തികൾക്കൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് എന്താണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അങ്ങനെ എന്താണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് എന്നുള്ളതല്ല. സോ അത്തരത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രൊഫഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ തന്നെയാണ്. സോ അത് പ്രൊഫഷൻ ആവണമെങ്കിൽ അവിടെ എന്താണ്, ഒരു കൃത്യമായിട്ടൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ആ മാനേജ്മെൻറ്റിന് ഒരു പ്രൊഫഷണലൈസേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് മീൻ ചെയ്യുന്നത്. ദെൻ പ്രൊട്ടക്ട്സ് ഈച്ച് അതർ, പരസ്പരം എല്ലാവർക്കും തമ്മിലൊരു പ്രൊട്ടക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ ഹ്യൂമൻ ഡിഗ്നിറ്റി ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന്. സോ അത്തരത്തിൽ ഹ്യൂമൻ ഡിഗ്നിറ്റി ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, അവർ തമ്മിലൊരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അതിനുള്ള എംപ്ലോയീസ് ഈച്ച് അതർ, അല്ലെങ്കിൽ എംപ്ലോയീസും തമ്മിലും ഒക്കെ ഒരു എന്തുണ്ടായിരിക്കും, അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റുകളെയും ബെനിഫിറ്റുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ റിലീസ് ഫ്രം ടെൻഷൻ, വലിയ ടെൻഷൻസും കാര്യങ്ങളൊന്നും വരില്ല. കാരണം ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, കൂളായിട്ട് പോകുന്നു, എത്തിക്കലായിട്ട് പോകുന്നു, അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും അതായത് ഫിനാൻഷ്യലായിട്ടുള്ളതും നോൺ ഫിനാൻഷ്യലായിട്ടുള്ളതും പെർഫോമൻസ് റിലേറ്റഡും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്തില്ല, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ലെങ്കിൽ മാനേജേഴ്സിനാണെങ്കിൽ എന്തായിട്ട് വർക്ക് ചെയ്യാം, ടെൻഷൻലെസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. സോ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്ത് ചെയ്യുന്നത്, ടെൻഷൻ കൂടി വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ പോകുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കില്ല. അതുതന്നെയാണ് ബിസിനസ്സിൻ്റെ കേസിൽ. ബിസിനസ് എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിന് എന്ത് വരുന്നത്, ടെൻഷൻ വരുന്നത്. അതർവൈസ് ബിസിനസ്സിന് എന്തില്ല, ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. സോ അതാണ് റിലീസ് ഫ്രം ടെൻഷൻ എന്നുള്ളൊരു മീൻ വരുന്നത്. ദെൻ പെർപെച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥായിയായ നിലനിൽപ്പ് എന്നാണ് ടേം മീൻ ചെയ്യുന്നത്. ബിസിനസ് എന്ത് ചെയ്യാം, ഒരു ലോങ് റണ്ണിലോട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ പിടിച്ച് നിൽക്കാൻ ബിസിനസ്സിന് സാധിക്കും എന്നുള്ളതാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ലോങ് റണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. സോ അത്തരത്തിൽ ലോങ് റണ്ണിലേക്കുള്ള ഒരു ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് നല്ല എത്തിക്കലായിട്ട് തന്നെ പോകുന്നു, സൊസൈറ്റിക്ക് അവർ തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. So that's known as perpetual succession, which is the importance of another business ethics. Then to face challenges, ബിസിനസ്സിന് സിമ്പിളായിട്ട് എന്ത് ചാലഞ്ചുകളും ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ആ ചാലഞ്ചുകളിലൊക്കെ ഒരു പ്രശ്നങ്ങളുമില്ല, അതായത് പോസിറ്റീവ്ലി അതിനെ അപ്രോച്ച് ചെയ്യാൻ ബിസിനസ്സിന് സാധിക്കും എന്നുള്ളത് എത്തിക്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റാണ്. ദെൻ എത്തിക്സ് ക്രിയേറ്റ് ക്രെഡിബിലിറ്റി വിത്ത് ദ പബ്ലിക്. അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിലും ബിസിനസ്സിന് എന്തുണ്ടാവുന്നുണ്ട്, നല്ലൊരു ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ നല്ലൊരു നമ്മൾ സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ നിന്ന് കഴിഞ്ഞാലും പബ്ലിക്കിലും എന്തുണ്ടാവില്ല, ബിസിനസ്സിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള റോങ് ഇമേജുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. സോ അവർക്ക് എന്തുണ്ടായിരിക്കും, സൊസൈറ്റിയുടെ ഉള്ളിൽ നല്ലൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിനെ പറ്റിയിട്ട് എല്ലാം സൊസൈറ്റിക്ക് അല്ലെങ്കിൽ മൊത്തം പബ്ലിക്കിന് തന്നെ നല്ലൊരു അഭിപ്രായമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ദെൻ എത്തിക്സ് ഗീവ്സ് മാനേജ്മെൻറ്റ് ക്രെഡിബിലിറ്റി വിത്ത് എംപ്ലോയീസ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും ബിസിനസ്സിനോട് എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ, അല്ലെങ്കിൽ എംപ്ലോയി ആണല്ലോ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്, അവർ തമ്മിലും നല്ലൊരു റിലേഷനും അല്ലെങ്കിൽ നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ എത്തിക്സ് ഹെൽപ്സ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും ഏതൊരു ഓർഗനൈസേഷനും. ഓക്കെ, അത് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ബിസിനസ് എത്തിക്സ്. ഒരു ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഉണ്ടാവുന്ന കുറച്ച് ഇമ്പോർട്ടൻസുകൾ, അല്ലെങ്കിൽ ആ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ബെനിഫിറ്റുകളും എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് പറഞ്ഞു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.